പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ സ്റ്റേജിൽ ആരും പറഞ്ഞ പോലെ പപ്പ ഒരു പ്രാസംഗികനാണ്. ഞാനൊരു പ്രസംഗത്തിന് ഉദ്യമിക്കുന്നില്ല. എന്തുകൊണ്ടും ഒത്തിരി സ്നേഹത്തോടുകൂടി ഒത്തിരി കാര്യങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. അതിലധികമായി നിങ്ങളുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖവുമായി എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിക്കുന്നത്. പ്രത്യേകിച്ച് UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലണ്ടനിൽ നിന്നും, അതുപോലെ തന്നെ 2-3 മണിക്കൂർ യാത്ര ചെയ്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എൻ്റെ സഹോദരങ്ങൾ തന്നെ എത്തിയിട്ടുണ്ട്. ലിവർപൂള്, അതുപോലെ തന്നെ ബ്ലാക്ക്പൂള്, ബെർമിംഗ്ഹാം എന്നിവിടെ നിന്നൊക്കെ ആളുകൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ കുടുംബ ബന്ധത്തിൽപ്പെട്ട സ്നേഹമുള്ള ആളുകളാണ്. എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് ഇവിടെ ആരോ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാം എന്നെ കുര്യാക്കോസ് എന്നറിയപ്പെടുന്നെങ്കിലും അവരെല്ലാം എന്നെ കുട്ടപ്പനപ്പാപ്പൻ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോഴ് അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഡിഫുന, സുനി, ഇവരൊക്കെ എത്രമാത്രം വലിയ കലാകാരികളാണ്. അവരുടെ മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ അവരുടെ ആ ചെറുപ്പ കാലഘട്ടത്തിലെ പാട്ടും ഓണാക്റ്റും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും എൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും എൻ്റെ സഹപ്രവർത്തകരായി വർത്തിച്ച, പ്രത്യേകിച്ച് പറ്റിയാൽ ജോർജ്, ഇന്ന് ആ കൂട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു ഒരു ലൂക്കാച്ചൻ്റേതായാലും മക്കളിവിടെയുണ്ട്. ഒരു പുതിയ, നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു പുതിയ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒന്ന് ഇഴുകിച്ചേർന്ന ആളുകളുമൊക്കെയായി ബന്ധപ്പെട്ട് വരുന്നതിന് അവിടെ കുറച്ച് സുഹൃത്തുക്കൾ അത്യാവശ്യമുണ്ട്. അപ്പോൾ ലൂക്കാച്ചനും ജോർജും ഒക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ. ലൂക്കാച്ചൻ്റെ പ്രിയമകന് ലിക്കുട്ടി എന്ന് ഞങ്ങൾ ഓമനപ്പേരിൽ വിളിക്കുന്ന ലിബിൻ ലൂക്കോസ്, അതുപോലെ തന്നെ കെൻഡിൽ നിന്നും അവിടെ ജോലി ചെയ്യുന്ന ലിക്കുട്ടിയുടെ എത്തിച്ചേർന്ന് തോന്നില്ല. ഞങ്ങളൊക്കെ തൊട്ട് അയൽവക്കക്കാരാണ്. നമ്മുടെ തമ്പി, ഇവരൊക്കെയുണ്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഞാൻ കുറുമള്ളൂരിലേക്ക് വരുമ്പോൾ ബന്ധത്തിൽ ഒത്തിരി ആളുകളൊന്നും ഇല്ല എങ്കിലും ഞങ്ങൾ ആദ്യം ബന്ധപ്പെട്ട മറുക്കാലായിലെ ജിജി മോന്, ഇപ്പം ലിവർപൂളിലാണ്. അവർ കുടുംബസമേതം ഇവിടെ വന്നിട്ടുണ്ട്. ജിജി മോൻ്റെ ഒക്കെ ചെറുപ്പത്തിലെ ഉള്ള ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ട ജിജിമോൻ്റെ അമ്മയെയും പപ്പായെയും ഒക്കെ ഞാൻ ഈ സമയത്ത് ഇവിടെ ഇരുന്ന് ഓർക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഗ്രേസിൻ്റെ ജനന സമയത്തൊക്കെ ആ കാലഘട്ടം നിങ്ങൾ ഓർക്കുക. ആ കാലഘട്ടത്തിലൊക്കെ മറുക്കാലായിലെ മേരിയമ്മയും അതുപോലെ തന്നെ ജിജിമോൻ്റെ മത്തായി അപ്പാപ്പനും ഒക്കെ എന്ത് സ്നേഹം തന്നു. അതുപോലെ ഞാനിവിടെ പറയുമ്പോൾ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളും ബന്ധക്കാരുമാണ്. സുനിൽ ഇവിടെ പറഞ്ഞു, എനിക്ക് വളരെ അതിശയം തോന്നി. ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ട് പോലുമുണ്ട്. അത്രയും ഉള്ള ബന്ധം, അത്ര സ്നേഹത്തോടു കൂടി അന്ന് വർത്തിച്ചു. ഇവിടെ ഗ്രേസിൻ്റെ കൂട്ടുകാരനായി ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞങ്ങൾ എല്ലാ തവണയും വരുമ്പോൾ സുനിലുമായി ആ കാലഘട്ടത്തെ പറ്റിയൊക്കെ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും ഞാൻ ബന്ധത്തിലുള്ള ആളുകളെ എടുത്തെടുത്ത് പറയും, പിന്നെ നിങ്ങൾ അതിനുള്ള സമയം ഇല്ല. എല്ലാവരുടെയും മുഖത്ത് ആ സ്നേഹത്തിൻ്റെ ഭാഷ ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് എല്ലാവരോടും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബന്ധത്തെപ്പറ്റി പറഞ്ഞപ്പോൾ, എൻ്റെ 6 വയസ്സുള്ളപ്പോൾ എൻ്റെ ഫാദർ ചാച്ചൻ മരിച്ചതാണ്. ആ കാലഘട്ടത്തിൽ എൻ്റെ ജ്യേഷ്ഠന് 25 വയസ്സേ ഉള്ളൂ. ആ
ആ കാലം തൊട്ട് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. ചേട്ടനിപ്പോൾ ഹൈറേഞ്ചിൽ ജീവിച്ചിരിപ്പുണ്ട്. ആ ചേട്ടനെ എനിക്ക് തന്ന മാതൃകയാണ് ഇതൊക്കെ. ചേട്ടനെ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നുമല്ല കേട്ടോ. ചേട്ടൻ്റെ മോള് ബിനിമോൾ ഇവിടെ വന്നിട്ടുണ്ട് കുടുംബസമേതം. എല്ലാവരും ഈ സ്നേഹത്തിൽ പങ്കെടുക്കുവാനും എത്തിച്ചേർന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചൊക്കെ അവരുടെ സ്റ്റേജിൽ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ ഇനി എന്താണ് പറയേണ്ടതെന്ന് ഞാൻ എൻ്റെ മക്കളെയും മരുമക്കൾ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല, വന്ന കാലം തൊട്ട് മക്കളായി തന്നെയാണ്. ഞാനിപ്പോൾ പണ്ടൊക്കെ മക്കളുമായി വിവാഹം കഴിഞ്ഞാൽ ഉടനെ അടുത്ത് ജീവിച്ച് അവരൊക്കെയായി പരിചയപ്പെടുന്ന ഒരവസ്ഥയാണല്ലോ. പക്ഷേ അത് ഈ കാലഘട്ടത്തിൽ അത് സാധ്യമല്ല. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ UK കടന്നു വന്ന ആ സമയം തൊട്ട് മക്കളുടെ സ്നേഹം ഞാനത് ഒന്നും പറഞ്ഞ് അറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല. പ്രത്യേകിച്ച് കുടുംബാന്തരീക്ഷത്തിൽ എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് വർത്തിക്കുന്നത്. അത് അവരിലേക്ക് കൊച്ചുമക്കളിലേക്ക് അവര് പകർന്നു കൊടുക്കും. സംസാരിക്കുവാനും അതുപോലെ നിങ്ങളുടെ മക്കളെ മാതാപിതാക്കളുമായി ഒക്കെ കൂടുതൽ ബന്ധപ്പെടുത്തി ജീവിക്കുവാനും ഒക്കെയുള്ള, പ്രത്യേകിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു ഞാൻ മദ്യപിക്കുകയില്ല എങ്കിലും എൻ്റെയൊക്കെ മനസ്സിൽ ഒരു സ്വപ്നം പോലും ഇല്ലായിരുന്നു വിദേശത്ത് ഒന്ന് യാത്ര ചെയ്യുവാൻ. വിമാനങ്ങളൊക്കെ അന്നൊക്കെ പാറത്തോട് സ്കൂളിലൊക്കെ ഞങ്ങള് ടൂറിന് പോകാനായിട്ട് പേര് വരുമ്പോൾ വിമാനത്താവളം കാണാൻ കിട്ടും. ഒരു കുഞ്ഞു വിമാനത്താവളം കൊച്ചിയിലുണ്ട്. അത് കാണാൻ അകത്ത് കയറുന്നതും കാണാനൊക്കെയല്ല, ആകാശത്തൂടെ പറന്നു പോകുന്നു. എങ്കിലും താഴെ നിന്ന് കാണാനായിട്ട് അന്നേരം ഞങ്ങൾ വീട്ടിൽ പോലും പോയി പറയാറില്ല. കാരണം പാറത്തോടിൽ നിന്ന് ഒരാൾക്ക് 3 രൂപ കൊടുത്താൽ മതി വിമാനത്താവളത്തിലേക്ക് പോകാൻ. പക്ഷേ ആ കാലഘട്ടത്തില് അതിന് സാമ്പത്തികം അനുവദിച്ചിരുന്നില്ല എന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ അത് വേണ്ട എന്ന് വയ്ക്കും. അപ്പോൾ ദൈവം നമുക്കൊരുക്കി തന്നിരിക്കുന്ന ആ സ്വപ്നങ്ങളല്ല യാഥാർത്ഥ്യങ്ങളാക്കി എത്രയോ മണിക്കൂറുകളാണ്, എത്ര രാജ്യങ്ങളാണ് ഞങ്ങൾക്കൊക്കെ ഇന്ന് കാണുവാൻ സാധിച്ചത്. അതിന് മനസ്സുള്ള നല്ല മക്കള് ഞങ്ങൾ ഇത്തവണ തന്നെ ഈ വരവില് ഞങ്ങളുടെ മക്കളോടുകൂടി സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, അതുപോലെ തന്നെ ഫ്രാൻസ്, ഈ രാജ്യങ്ങളിലൊക്കെ അവർ കൊണ്ടുപോയി ഞങ്ങളുടെ ഉള്ളറിഞ്ഞ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത അവര്. അതൊക്കെയാണ് സ്നേഹത്തിന്റെ അടയാളമായി കാണുന്നത്. അത് കഴിയുന്നവര്, എല്ലാവർക്കും സാധിച്ചില്ലെങ്കിലും മാതാപിതാക്കളൊക്കെ പോകാൻ കഴിവുള്ളവര്, അത് വരാൻ സാധിക്കുന്നവരൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മരിച്ചു കഴിഞ്ഞ് ഒരു 5 ലക്ഷം രൂപ മുടക്കിയ ഒരു ശവാടക്കം നടത്തുന്ന ആ സ്നേഹപ്രകടനങ്ങളല്ലാതെ നമുക്ക് ഒക്കെ സാധിക്കണം. പ്രത്യേകിച്ച് ഇത് ഞാൻ എൻ്റെ ഭാര്യയെ പറ്റി ഒന്നും പറഞ്ഞില്ല. ബൈബിളില് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഒന്നാകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും ഒന്നായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഗ്രേസ് സൂചിപ്പിച്ചതുപോലെ ഒരു പിണക്കവും അല്ലെങ്കിൽ വഴക്കും ഉണ്ടായിട്ടില്ല എന്നുണ്ട്. കൊച്ചു വഴക്കുകൾ, മണിക്കൂറുകൾ നിലനിൽക്കുന്ന വഴക്കുകൾ, അതൊക്കെ ഒരു സൂര്യൻ അസ്തമിക്കുന്നതിനോട് തീരുന്ന ഒരവസ്ഥ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയുവാനുള്ളത്, പരസ്പര സ്നേഹത്തിലും പരസ്പരം സന്തോഷം കൊടുത്തും എല്ലാവർക്കും സാധിക്കട്ടെ. അതുപോലുള്ള അവസരങ്ങൾ ഒരുക്കുവാനും എല്ലാവരെയും കാണുവാനും. ഒറ്റയടിക്ക് ഞങ്ങളിപ്പോഴും 5ാമത്തെ പ്രാവശ്യമാണ് ദേശത്ത് വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ
ഇങ്ങനെ ഒരു കാര്യം അത്ര ഭംഗിയായി നടത്തുവാൻ സാധിക്കില്ല. അവിടെ ഇപ്പോഴെല്ലാം യാന്ത്രികമായിരിക്കുകയാണ്. കാരണം ആര് വന്നാലും ഒരു കല്യാണം അല്ലെങ്കിൽ മാമോദീസ അല്ലെങ്കിൽ ആദ്യ കുർബാന ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ യാന്ത്രികമായി വിളിച്ചല്ലോ ഒന്ന് പോയി കൂടാൻ ഓടിച്ചെന്നു കൂടുന്നു. ഇത്രയൊന്നും സമയം മാക്സിമം ഞാനും അതിന് ഭാഗമായിട്ടുണ്ട്. 5-10 മിനിറ്റ് അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന ഒരു സമയം അവിടെ പണിച്ച് ഇങ്ങനെ സ്നേഹം പങ്കുവയ്ക്കുവാനും ഒക്കെയുള്ള ഒരവസ്ഥ. ആ അവസ്ഥ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. ഇവിടെ ഉണ്ടെങ്കിൽ, കാരണം നാട്ടിലൊക്കെ ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകളെ ഉള്ളൂ അവിടെ കൂടുതൽ. അതുകൊണ്ട് എല്ലാവരും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഈ അവസരത്തിൽ ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, എൻ്റെ ജീവിതത്തിലെ എൻ്റെ നല്ല സുഹൃത്തുക്കൾ. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനും കൂടി മുന്നോട്ട് ചെന്നാണ് 50 വർഷം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആളുകൾ, ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ പാറത്തോട് സ്കൂളിൽ ഒരുമിച്ച് കൂടുന്നു. നിങ്ങൾ ആ പാടിയ പാട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ച ഇപ്പോൾ 69-70 വയസ്സുള്ള ഒരു ലേഡി പാടിയതാണ്. അതുപോലെ തന്നെ പ്രസംഗം. ഞങ്ങൾക്ക് ഇപ്പൊ ഈ ആധുനിക കാലഘട്ടത്തിൽ അവരെയെല്ലാം വിളിച്ചു കൂട്ടാനും ഏതാണ്ട് 50-ൽ പരം SSLC ബാച്ചിലെ ആളുകൾ ഞങ്ങളെ പോലെ വയസ്സന്മാരും വയസ്സുകളും ഒക്കെ ആയി ഇതുപോലെ പാട്ടുമൊക്കെ പാടുന്ന ഒരു എല്ലാ വർഷവും ഞങ്ങൾ കൂടുകയാണ്. അപ്പോൾ മാതാപിതാക്കൾക്കും പ്രായം ചെന്നവർക്കും ഇതുപോലുള്ള കൂട്ടങ്ങളും നല്ല രീതികളും ഒരുക്കി കൊടുക്കേണ്ടത് മക്കളായ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട്, അത് പലരും ഇവിടെ ചെയ്തിരിക്കുന്നവരാണ്. ഞാൻ അങ്ങനെ അല്ലാത്തവർക്കുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങൾ ഒരു സ്വർഗമായി മാറട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കും, മക്കൾ എന്ന് പറയുമ്പോൾ ഞാൻ മരുമക്കൾ എന്ന് ഒരിക്കലും പറയില്ല കേട്ടോ, മക്കൾക്ക് എല്ലാവർക്കും ഈ സ്നേഹ കൂട്ടായ്മയ്ക്ക് ഒരുക്കിയതിന് നിങ്ങൾക്ക് ഒത്തിരി നന്ദി പറയുന്നു. അതും അവർക്കറിയാം, പപ്പയുമായിട്ട് ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ. ഞാൻ പറഞ്ഞ ആളും വന്നിട്ടുണ്ട് കേട്ടോ, ജോസന. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഞങ്ങളുടെ അത് പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു കുടുംബം പോലെ തൊട്ട് അയൽവക്കത്ത് താമസിക്കുന്നതാണ്. ജോസനായും കുട്ടികളും ഭർത്താവ് കുടുംബസഹിതം ഇവിടെ വന്നിരിക്കുന്നു. എല്ലാവരെയും നിങ്ങളെ ഒരിക്കൽ കൂടി കാണുവാനും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ചെറുപ്പം തൊട്ട് വളർന്ന എൻ്റെ പേരപ്പൻ്റെ മക്കളുടെ മക്കളും ഒക്കെ ബർമിംഗ്ഹാമിലാണ് അവർ കൂടുതലും. ഞാൻ ഓർക്കുകയാണ്, 20-22 പേര് അവിടുന്ന് ഒരുമിച്ച് കുട്ടപ്പനപ്പാപ്പന്റെ പരിപാടിയാണ് ഞങ്ങൾ വന്നിരിക്കും. ഇന്നലെ ഞങ്ങള് അവിടെ വെച്ച് ബർമിംഗ്ഹാമിൽ വെച്ച് ഇന്നൊന്നും പറയുന്നില്ല, നാളെ ഒന്ന് ഞങ്ങൾ എല്ലാം കണ്ടോളാം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ലണ്ടനടുത്തുനിന്ന് ജോർജ് പറഞ്ഞു 5 മണിക്കൂർ ജോർജ് ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ എന്തായാലും വിനായകോസീറ്റിന്റെ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ വന്നിരിക്കും എന്ന് ഗ്രേസിനോട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗ്രേസിനോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഗ്രേസും പറഞ്ഞു ജോർജ് ചേട്ടായി വരികാതെ ഒന്നും ഇരിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാനൊരു പ്രസംഗത്തിനല്ല തുനിയുന്നത്. നിങ്ങളുടെ എനിക്ക് തന്നെ ഒരു തിക്കുമുട്ടൽ ഉണ്ടാകുകയാണ്, എന്താണ് പറയേണ്ടത്.